ഇത്രയും വർഷം നടന്ന ഉത്സവവും നാളത്തെ ഉത്സവവും തമ്മില് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടേട്ടാ. നമ്മുടെ ഗ്രാമീണർക്ക് നിഹാരികയെ കാണുമ്പോ ഒത്തിരി സന്തോഷാവും ഏട്ടാ. അതെ വേദ. അമ്മേ, പൂക്കളൊക്കെ ഞാൻ ഇറുക്കുമായിരുന്നല്ലോ. അമ്മ എന്തിനാ വെറുതെ? അത് സാരമില്ല. നിങ്ങൾ എന്തിനാ വന്നത്? അമ്മമ്മയോടൊരു കാര്യം പറയാനായിട്ട്. അതെന്താ? നാളെ നമ്മൾ ഉത്സവത്തിന് പോകുന്നില്ലേ? നമ്മളോടൊപ്പം ആവനിയും വരുന്നുണ്ടോ? വരുന്നുണ്ടല്ലോ. അവൾ എന്തിനാ അമ്മേ? അവള് നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെയാ. കൂടാതെ മുൻപും നമ്മൾ പല ഫംഗ്ഷനും കൊണ്ടുപോയിട്ടില്ലേ. നാളെ നമ്മളോടൊപ്പം വരുന്നതിൽ എന്താ തെറ്റ്? ആവനി വരുന്നെങ്കിൽ ഞങ്ങൾ വരുന്നില്ല അച്ഛാ. എന്താ നിന്റെ പ്രശ്നം? അവന് വരുന്നുണ്ടെങ്കിൽ ഞങ്ങളും വരുന്നില്ല. ഞങ്ങളുടെ ഗ്യാങ്ങിന്റെ അഭിപ്രായം എന്താണോ അത് തന്നെയാണ് എന്റെ അഭിപ്രായം. അവളെ എന്തിനാ തടയുന്നേ? അല്ലെങ്കിൽ അവൾ ഒരു തടസ്സമാ. 1 10 എത്ര എണ്ണം പറഞ്ഞു തരണം? തിന്നവൻ മറന്നാലും തന്നവൻ മറന്നില്ല എന്ന് പറയും പോലെ പണ്ട് ആവനി കാരണം ഞങ്ങൾക്കുണ്ടായ അപമാനങ്ങളെ ഞങ്ങൾ ആരും മറക്കില്ല. അതല്ല, ഇപ്പോഴും കൺമുന്നിൽ തന്നെയുണ്ട്. ഓരോ തവണയും അവൾക്കാണ് ഇവിടെ മേൽക്കോയ്മ. തോൽവിയും ജയവും ഒക്കെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചാ വരുന്നേ. അതിൽ ആവണിയുടെ തെറ്റെന്താ? നിങ്ങളെ അപമാനിക്കാൻ വേണ്ടി അവൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആദ്യത്തെ ഉത്സവത്തില്, ഗ്രാമോത്സവത്തില്, അങ്ങനെ ഓരോ ഉത്സവത്തിലും അവളെ നിങ്ങൾ തലയിലേറ്റി വെച്ച് ഞങ്ങളെ ആളുകളുടെ മുമ്പില് അപമാനിച്ചു കളയും. ഞാനും ഇവിടുത്തെ ഒരു മരുമകളാണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ സിസ്റ്ററെ അപമാനിക്കുന്നിടത്തേക്ക് ഞാനും വരില്ല അച്ഛാ. ആവന് കാരണം നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. തലേന്ന തീരുമാനമെടുത്ത് കളഞ്ഞേക്ക്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ ആവനിക്ക് വേണ്ടി സംസാരിക്കുന്നതെന്നല്ലാതെ ഞങ്ങളുടെ വിഷമം നിങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. ഇങ്ങോട്ട് നോക്കമ്മേ. നിങ്ങൾക്ക് ആവനി തന്നെയാ വലുതെങ്കിൽ നിങ്ങൾ അവളെ കൊണ്ടുപോക്കോ. ഞങ്ങൾ വരുന്നില്ല. ഞങ്ങളാണ് പ്രധാനമെങ്കില് ഞങ്ങളെ കൊണ്ടുപോകണം. അവളെ ഇവിടെ നിർത്തിയിട്ട് വരണം. ആവനിയോ ഞങ്ങളോ ഒന്ന് തീരുമാനിച്ചോ? ആവനിയും നിങ്ങളും 2 കണ്ണുപോലെയാണ്, ഒരൊറ്റ കൈ പോലെയാണ് എന്നൊന്നും പറയാൻ നിൽക്കണ്ട. അവനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. നിങ്ങൾ പറയുന്നത് കേട്ട് ഞങ്ങളുടെ തീരുമാനം മാറ്റാനാവില്ല. എന്റെ മരുമകളുടെ അഭിപ്രായം കൂടി ഒന്ന് ചോദിക്കട്ടെ. അവള് പറയും പോലെ ചെയ്യാം. മോളെ നിഹാരിക, ഒന്നിങ്ങോട്ട് വന്നേ. അവള് ചെയ്ത നന്മയൊന്നും മറക്കാൻ സാധിക്കില്ല. അതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ അവളെ ശത്രുവായി കാണാൻ സാധിക്കില്ല. എന്താ അമ്മ? അവനിയെ നാളെ നമ്മളോടൊപ്പം ഗ്രാമത്തിലെ ഉത്സവത്തിന് കൊണ്ടുപോവാനാ തീരുമാനം. എന്താ മോളുടെ അഭിപ്രായം? നിന്റെ അഭിപ്രായം നോക്കി തീരുമാനിക്കാം മോളെ. അതിനിപ്പോ എന്താ, കൊണ്ടുപോകാലോ അച്ഛാ. അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ല. നാളെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തില് എന്ത് എതിർപ്പുണ്ടാവാനാ? തലയ്ക്ക് വെളിവില്ല നിഹാരികയ്ക്ക്. ഇവളെന്തിനാ സമ്മതിച്ചത്? ഇനി ഇവളെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടാവോ? നിങ്ങൾ കേട്ടല്ലോ, ആവനി നമ്മളോടൊപ്പം വരും. കേട്ടല്ലോ. ആവനി വന്നാ ഞങ്ങളില്ലെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ വന്ന് നിൽക്കാൻ മോളെ ഇവര്. അതുകൊണ്ടാ നിന്റെ തീരുമാനം ചോദിച്ച്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വന്നില്ലെങ്കിൽ അതെങ്ങനെയാച്ചാ? നാളെ ഇവരാരും അങ്ങോട്ട് വരാൻ തയ്യാറായില്ലെങ്കിൽ നാളെ അവിടെയുള്ളവരോട് നമുക്ക് എന്തുത്തരം പറയാൻ കഴിയാ? നാളെ ഇവരൊക്കെ അഥവാ വന്നില്ലെങ്കിൽ
ഈ വീട്ടില് എന്തോ വിഭജനം നടക്കുന്നുണ്ടെന്ന് ജനങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അറിഞ്ഞു കഴിഞ്ഞാ അത് കുടുംബത്തിന്റെ പേരിന് ദോഷം ചെയ്യില്ലേ? ദരിദ്രൻ ഒരു അരിമണി കൊടുക്കാതെ ധനികന് വിരുന്നൊരുക്കുന്നത് എത്ര പാപമാണോ? നമ്മുടെ സ്വന്തക്കാരെ വിഷമിപ്പിച്ച് മറ്റുള്ളവർക്ക് കൂടുതൽ സ്ഥാനം കൊടുക്കുന്നതും അതുപോലെ തന്നെ പാപമാണ്. അവന് വളരെ നല്ല കുട്ടിയാ. അവളെ കുറിച്ച് എനിക്ക് ഒരു ചെറിയ മോശം അഭിപ്രായം പോലും ഇല്ല. ഒരാൾക്ക് വേണ്ടി ഇത്ര പേരെ ബുദ്ധിമുട്ടിക്കേണ്ടി വരുന്നത് അത്ര നല്ലതല്ല. അവനി കുറച്ച് ദിവസം നിന്നിട്ട് പോകാൻ വേണ്ടി വന്നത്. ഇവരോ ഇവിടെ എന്നും ഉണ്ടാകേണ്ട ആൾക്കാരാ. മുമ്പ് നിങ്ങള് അവളെ പല ഉത്സവത്തിനും കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം. ഈ ഒരു ഒറ്റ ഉത്സവത്തിന് വരേണ്ടെന്ന് അമ്മ പറഞ്ഞ അവനെ എന്തായാലും എതിർക്കില്ല. അവൾ എന്തായാലും അമ്മയെ മനസ്സിലാക്കും. എന്റെ അഭിപ്രായം ചോദിച്ചു, ഞാൻ പറഞ്ഞു. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. മോള് പറഞ്ഞത് ശരിയാ. ഞങ്ങൾ അവനിയോട് സംസാരിച്ചിട്ട് വരാം. അപ്പൊ പ്ലാൻ സക്സസ്. ആദ്യം നീ സമ്മതിച്ചപ്പോ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് പിന്നെ റിവേഴ്സ് ആയത് എന്താണെന്ന് വിചാരിച്ച് ഷോക്കായി. നേരെ വന്ന് വേണ്ടെന്ന് പറഞ്ഞ എന്നോട് ചിലപ്പോ അമ്മയ്ക്ക് സംശയം തോന്നില്ലേ? അതുകൊണ്ടാ ചെറിയ ഗ്യാപ്പ് കൊടുത്ത് ഗെയിം ഒന്ന് റിവേഴ്സ് അടുപ്പിച്ചത്. സിസ്റ്ററെ, ഈ നിഹാരികയും നീ പഠിച്ച സ്കൂളിലാ പഠിച്ചതെന്ന് തോന്നുന്നു. കാരണം ബ്രെയിൻ നല്ല ഷാർപ്പാ. ആവനിയുടെ വരവെന്തായാലും മുടക്കി. ഫുൾ ഹാപ്പി. പക്ഷേ ആവനി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ. മോളെ അവനി, പറയാൻഡി. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങള് നമുക്ക് ഇഷ്ടമുള്ളവരോട് ചെന്ന് പറയാൻ എന്തോ ചിലപ്പോൾ വിഷമം തോന്നാറുണ്ട്. പക്ഷേ അവസ്ഥകൾ ഓരോന്ന് പറയിപ്പിക്കും. എന്താ പറ്റിയതാൻഡി? ഞങ്ങളോടൊപ്പം പല പ്രോഗ്രാംസിനും പോരുന്നു എന്ന് നേരത്തെ ഞങ്ങൾ ചോദിക്കാറില്ലേ മോളെ? നാളെ ഞങ്ങളോടൊപ്പം ഉത്സവത്തിന് വരണ്ട എന്ന് പറയാൻ വന്നതാ മോളെ. അതെന്താ അങ്കിൾ? അതെന്താ ഞാൻ വന്നാല്? ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്തോ? നീ തെറ്റുകൾ തിരുത്തി കൊടുക്കുന്ന കുട്ടിയാ, തെറ്റുകൾ ചെയ്യുന്നയാളല്ല മോളെ. അതോ ഞാൻ വന്നാ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നാണോ? അവിടെ എല്ലാവർക്കും തന്നെ എന്നെ പരിചയമുള്ളതല്ലേ? എന്തുകൊണ്ടാ വരണ്ടെന്ന് പറഞ്ഞെന്ന് ഒന്ന് പറഞ്ഞു തരൂ. മോള് വന്നാ ബാക്കിയുള്ളവരാരും വരില്ലെന്നും പറഞ്ഞ് വാശി പിടിക്കാണ് മോളെ. അവരെ വേണോ ആവനിയെ വേണോ എന്ന് തീരുമാനിക്കാൻ പറഞ്ഞു മോളെ. നിഹാരിയോട് ഞങ്ങൾ ചോദിച്ചു മോളെ. എന്ത് പറഞ്ഞു? മുമ്പ് നിങ്ങള് അവളെ പല ഉത്സവത്തിനും കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം. ഈ ഒരു ഒറ്റ ഉത്സവത്തിന് വരണ്ടെന്ന് അമ്മ പറഞ്ഞ അവനെ എന്തായാലും എതിർക്കില്ല. അവൾ എന്തായാലും അമ്മയെ മനസ്സിലാക്കും. ഇതാ മോളെ സംഭവിച്ചേ. ഇത് നിന്റെ മനസ്സിന് വിഷമം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾക്കറിയാം മോളെ. ഞങ്ങൾ അവരെ എതിർത്ത് നിന്നെ കൊണ്ടുപോയ മൊത്തം കുടുംബത്തെയും ഒരു വശത്തേക്ക് മാറ്റിവെച്ച് ആവനിയെ തലയിൽ വെച്ച് നടക്കുകയാണെന്ന് എല്ലാവരുടെ അടുത്ത് പോയി പറഞ്ഞു നടക്കും മോളെ. കുടുംബമല്ലേ മോളെ ഏറ്റവും വലുത്. ആളുകളുടെ മുമ്പിൽ കുടുംബത്തിന് ചീത്തപ്പേര് കേൾപ്പിക്കാതിരിക്കാൻ സമൂഹത്തെ നമ്മള് പേടിക്കേണ്ട ഒരവസ്ഥയിലല്ലേ മോളെ ഉള്ളത്. മോള് ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കണം. നീ വരുന്നത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ
ഇപ്പോഴത് നടക്കില്ല. ഒന്നും തോന്നരുത് മോളെ. അച്ഛനും അമ്മയും ഇല്ലാത്തവളാ ഞാൻ. ഇങ്ങനെ ഒരു വലിയ കുടുംബത്തിലെത്തിയത് എന്റെ ഭാഗ്യം കൊണ്ടാണെന്നാ കരുതുന്നത്. നിങ്ങളോടൊപ്പം സാധാരണ പോലെ വരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് കരുതി വീട്ടിലുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിച്ച് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. മോളുടെ കണ്ണ് നിറയുന്നത് ഈ അമ്മയ്ക്ക് സഹിക്കില്ല. മോള് വിഷമിക്കരുത്. ഈ ഒറ്റത്തവണ നീ ഒന്ന് മനസ്സിലാക്കുമോളെ. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചെയ്ത് നിന്നെ ഇങ്ങനെ വേദനിപ്പിക്കേണ്ടി വന്നതിന് ഞങ്ങളോട് ക്ഷമിക്കുമോളെ. ഈ ആഭരണങ്ങളെ കല്യാണ സമയത്ത് കൊടുക്കുന്നതാ നല്ലതെന്നാ എന്റെ അഭിപ്രായം. ആഭരണങ്ങൾ കയ്യിൽപ്പെടാത്ത നോക്കിയതിന് നിഹാരിക ലാവണ്യമായിട്ട് സംഘം ചേർന്ന് ഇങ്ങനെയൊന്ന് പ്ലാൻ ചെയ്തതാണ്. ഞാൻ ഇവിടുത്തെ കുട്ടിയല്ലേ. ഈ വീട്ടിലെ മരുമകളായി എനിക്ക് എന്റെ കുടുംബത്തോടൊപ്പം ഉത്സവത്തിന് പോകാതിരിക്കാൻ കഴിയൂ? അതെനിക്ക് സഹിക്കൂ. ദൈവമേ, എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിഹാരിക മരുമകളാക്കി പരിചയപ്പെടുത്തിയ എന്റെ അവസ്ഥ പിന്നെ എന്താവും? ഈഗോയിസ്റ്റിക് ടെററിസ്റ്റിനേക്കാൾ പ്രശ്നക്കാരാണെന്നാണ് പറയുക. കേട്ട് കാണുമല്ലോ. എന്റെ ഈഗോയാ നീ ഹേർട്ട് ചെയ്തത്. അതുകൊണ്ടാ ഉത്സവത്തിന് ഞങ്ങളോടൊപ്പം കൊണ്ടുപോകണ്ടെന്ന് വെച്ചത്. ആഭരണങ്ങൾ എന്നിൽ നിന്നും തട്ടിത്തെറിപ്പിച്ച് എന്നോട് വിജയിച്ചെന്ന് കരുതി നീ ഒരുപാട് ആഹ്ലാദിച്ചു. എല്ലായ്പ്പോഴും നിനക്കങ്ങനെ ജയിക്കാൻ കഴിയില്ല. അത് മനസ്സിലായില്ലേ? ഇനി നീ നിന്റെ ലിമിറ്റിൽ നിന്നാ നന്നായിരിക്കും. എന്താ ഇവൾ ഉത്സവത്തിന് വരുന്ന പോലെ റെഡിയായി നിൽക്കുന്നേ? നമ്മുടെ കൂടെ വരാൻ പറ്റാത്തോണ്ട് പാവം ആവനി ഒരുപാട് ഫീലാകുന്നുണ്ടല്ലോ. അർഹതയില്ലാത്തവരെ എല്ലായിടത്തേക്കും കൊണ്ടുപോകാൻ പറ്റുമോ ആളിയാ? മുമ്പ് നടന്നിട്ടുള്ളതുപോലെ എപ്പോഴും നടക്കുമെന്ന് സ്വപ്നം കാണാതിരിക്കുന്നതാ നല്ലത്. ഈ പെൺകുട്ടിക്ക് ഇനി വലിയ റോളൊന്നും കാണില്ല ലാവണ്യ. തോൽവിയിലേക്കുള്ള യാത്ര തുടങ്ങിയ അവനി ഉടനെ നീ തോൽവി സമ്മതിച്ച് പുറത്തേക്ക് പോകും.
അച്ഛനും വരുന്നുണ്ട്. സൈലൻസ്. മോളെ നിഹാരിക, ഇത് നമ്മുടെ കുലദൈവം അന്നപൂർണ ദേവിയാണ്. ആചാരപ്രകാരം മോള് ധരിക്കേണ്ട മൂക്കുത്തിയാണിത്. ഇത്ര നല്ല ആചാരങ്ങളെ അമ്മയിൽ നിന്നും പിന്തുടർന്നു പോകാനുള്ള അർഹത ലഭിക്കുന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഞങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഈയൊരു ഭാഗ്യത്തിന് അവനിക്കാണ് അർഹതയുണ്ടാവാന്ന് കരുതി. എന്നാ നിനക്ക ഉണ്ടായത്. അർഹതയില്ലാത്തവർക്ക് ഭാഗ്യം എങ്ങനെ ലഭിക്കാനാ അമ്മേ? അമ്മയുടെ സ്ഥാനം എനിക്ക് മാത്രം ഉള്ളതാ. എന്നാ ഇറങ്ങിയാലോ? ഏട്ടാ, ശ്രീ എവിടെ? പുറത്തുണ്ടെന്ന് തോന്നുന്നു. ആരൊക്കെ ഏതൊക്കെ കാറിലാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും കാറിൽ വാ. എനിക്ക് പക്ഷെ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. എന്താ മോളെ? ഞാനും ശ്രീകരേട്ടനും ഒരുമിച്ച് ഒരു കാറിൽ വരാം. ഭാവി ദമ്പതികളല്ലേ? വി നീഡ് സം പ്രൈവസി. പ്ലീസ് എതിർക്കരുത്. നിങ്ങളുടെ നിശ്ചയം കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനാ എതിർക്കുന്നേ? മോളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ രണ്ടുപേരും ഒരു കാറിൽ വാ. താങ്ക് യു അമ്മേ. അമ്മേ, എന്റെ കാറ് സർവീസിന് കൊടുത്തതാ. ഞാനും ലാവണ്യം ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഇറങ്ങിക്കോളാം. ശരി. സമയാവുന്നു, പോയാലോ? അവനി, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ മോളെ. മോളെ കൊണ്ടുപോവാൻ പറ്റാത്തതിൽ ഞങ്ങൾക്ക് ഒത്തിരി വിഷമമുണ്ട്. കുഴപ്പമില്ല ആൻറ്റി. ഓരോരുത്തർക്കും എത്ര പ്രാപ്തിയുണ്ടോ അത്രമാത്രം ആഗ്രഹിക്കുന്നതല്ലേ നല്ലത്. അറ്റ്ലീസ്റ്റ് ഞാൻ ആ വാതിൽപ്പടി വരെ വരാം. വരൂ. എന്തു പറ്റി? എന്താ ഇങ്ങനെ? നമുക്കും പുറത്തേക്ക് പോവാൻ വന്നേ. എന്തിന്? ആവനിയുടെ മുഖത്ത് വിഷമം കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്. രാത്രി മൊത്തം കരഞ്ഞ് കരഞ്ഞ് രാവിലെ കണ്ണൊക്കെ വീർത്തു വന്നിട്ടുണ്ട്. എനിക്ക് എന്തോ ഡൗട്ട് തോന്നുന്നുണ്ട്. നോക്കാം, ഒന്ന് വന്നേ വന്നേ. എന്റെ ഭാവി ഭർത്താവിനെ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ശ്രീകരേട്ടാ, ശ്രീകരേട്ടാ. അവനിതുവരെ റൂമിൽ നിന്ന് പുറത്തു വന്നില്ലേ? പുറത്തേക്ക് വരുന്നത് ഞാൻ കണ്ടതാണച്ചാ. എന്നിട്ട് അവൻ എവിടെ? ഇവിടെയുണ്ടമ്മേ.